ശബരിമല ഉൾപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് ഈ കോന്നിയിൽ ആരംഭിക്കും എന്നുള്ളത് നമ്മൾ ആരും സ്വപ്നം കണ്ടത്. ഈ മെഡിക്കൽ കോളേജിന് നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. പക്ഷെ ഇന്ന് മെഡിക്കൽ കോളേജ് എന്താണ്? മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താണ്? ആ മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ സർജൻ അദ്ദേഹത്തിന്റെ റൂമിന്റെ മുൻവശത്തുള്ള കതകിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു നോട്ടീസ്, ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവർ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടും ICU കിടക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഞങ്ങൾ ഇത്രയും സ്ഥലത്തായിരിക്കും ഒരു സൗകര്യമില്ലാത്ത ഒരു ഇരിപ്പവും ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു പ്ലാന് ഇട്ട് തരാനെ കൊണ്ട് അധികൃതരോട് നിങ്ങളൊന്ന് ആവശ്യപ്പെടുന്നു. തീർച്ചയായും ആ മെഡിക്കൽ കോളേജ് ഈ നാടിന് വളരെയേറെ ആവശ്യമാണ്. ഇരിക്കാനുള്ള സൗകര്യമില്ല, പിന്നെ കിടക്കാൻ സൗകര്യമില്ല, അങ്ങനെ ഒരുപാട് സൗകര്യക്കുറവുകളുണ്ട്. മരുന്നിന് ബുദ്ധിമുട്ടുണ്ട്, മെഡിക്കൽ സ്റ്റോറുകളില്ല. ഇതിനകത്ത് 2 മെഡിക്കൽ സ്റ്റോറുണ്ട്, പക്ഷെ അതെപ്പോഴും അവൈലബിൾ അല്ല. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിഭാഗത്തിലും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജ് അതിന്റെ യഥാർത്ഥ തലത്തിലേക്ക് മാറ്റപ്പെടുന്നതിന് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന് തീർച്ചയായും നമുക്കൊരു അവസരം കൊടുത്താൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ മെഡിക്കൽ കോളേജ് യഥാർത്ഥ മെഡിക്കൽ കോളേജിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. കോന്നിയുടെ മുൻ MLA ആയിരുന്ന പ്രിയപ്പെട്ട അടൂർ പ്രകാശിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായുള്ള സ്വപ്ന പദ്ധതിയാണ് നമുക്ക് ഈ കാണുന്ന രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ഇന്നത്തെ ശോചനമായ അവസ്ഥയിലാണ്. ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇപ്പോൾ നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇതിന്റെ ചെയർമാനായിട്ട് ഇപ്പോഴുള്ള MLAയോ ഇതിനു വേണ്ട യാതൊരുവിധമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സാറ് ജയിച്ച് ഇവിടെ MLA ആയിട്ട് വരുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു അനുകൂലമായ മാറ്റം വരുമെന്നുള്ളത് ഉറപ്പാണ്.